CRPFിന് പോലീസിന്റെ അധികാരമില്ല. ഗവർണറുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെ പിടികൂടി കേരള പോലീസിൽ ഏൽപ്പിക്കാം. കേസെടുക്കുന്നതും തുടർ നടപടി സ്വീകരിക്കുന്നതും പോലീസാണ്. വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തുകാരനെ കസ്റ്റംസ് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത് പോലെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ CRPFിന് അധികാരമില്ല. VVIPയുടെ ജീവന് ഭീഷണിയുണ്ടാകുന്ന സാഹചര്യത്തിൽ തോക്ക് ഉപയോഗിക്കാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജോലി വിട്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ഗവൺമെന്റ് രീതി CRPFിന് നിയമപരമായി സ്വീകരിക്കാനാവില്ല. ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുത്തത് സംസ്ഥാന സർക്കാരിന് പ്രഹരമായി തന്നെ തുടരുന്നു. അതേസമയം ഇവരുടെ അധികാരവും തുടർ നടപടികളും സംബന്ധിച്ച് കേരള പോലീസും CRPFും ആശയക്കുഴപ്പത്തിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്രസേന. കേരള രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി CRPF സംഘമെത്തി ദൗത്യം ഏറ്റെടുത്തു. രാജ്ഭവന്റെ മുന്നിൽ 8 CRPF ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ജോലി ഏറ്റെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി. 30 CRPF ജവാന്മാരാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. SFI പ്രവർത്തകർ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ CRPFിന് കൈമാറി Z+ കാറ്റഗറിയിലേക്ക് ഉയർത്തി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് CRPF സംഘം സ്ഥലത്തെത്തിയത്. കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു Z+ സുരക്ഷ ഉണ്ടായിരുന്നത്. ഇതാണ് ഗവർണർക്കും രാജ്ഭവനും പുതിയതായി ഏർപ്പെടുത്തിയത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+. ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. മുഴുവൻ സമയവും ഈ സംഘം സുരക്ഷയൊരുക്കും. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെ അധിക പരിരക്ഷയും നൽകും. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും 3 ഷിഫ്റ്റുകളിലുമായി എസ്കോർട്ടും ഉണ്ടാകും. 2022 വരെ 45 പേർക്കാണ് രാജ്യത്ത് Z+. രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനമാണ്. ഗവർണർക്കും കേരള രാജ്ഭവനും CRPFിന്റെ Z+ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചിരുന്നു. കേരള പോലീസിന്റെ സുരക്ഷ ഇനി ഉണ്ടാവില്ലെന്നാണ് വിവരം. കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനു നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനു പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നായിരുന്നു നടപടി. പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ റോഡിൽ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ലെന്ന ഉറച്ച നിലപാടിൽ റോഡിന് സമീപമിരുന്ന് പ്രതിഷേധിച്ച ഗവർണർ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് FIR രേഖകൾ കാണിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്നും നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോവുകയായിരുന്നു ഗവർണർ. യാത്രാമധ്യേയാണ് നിലമേൽ വച്ച് SFIക്കാർ കരിങ്കൊടികളുമായി ഗവർണറുടെ വാഹനത്തിനു നേരെ പ്രതിഷേധവുമായി എത്തിയത്. ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്കു നേരെ കയർക്കുകയായിരുന്നു. നിലവിൽ കേരള പോലീസായിരുന്നു ഗവർണർക്ക് സുരക്ഷയൊരുക്കിയിരുന്നത്. Z+ സുരക്ഷയാകുന്നതോടെ 55 അംഗ സുരക്ഷാ സേനയ്ക്കാകും ഗവർണറുടെ സുരക്ഷാ ചുമതല. ഇതിൽ 10ലേറെ കമാൻഡോകളും ഉൾപ്പെടുന്നു. 5ലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ അടങ്ങിയ വാഹന വ്യൂഹവും ഗവർണർക്ക് അകമ്പടി സേവിക്കും. കൊല്ലത്തെ പ്രതിഷേധ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി.